ടാസ്മേനിയയിലെ സ്വാൻസിയിൽ നിന്ന് ഹോബാർട്ടിലേക്കുള്ള യാത്രയും പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകളും പിന്നെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പാലവും ഓസ്ട്രേലിയയിലെ ആദ്യത്തെ കാത്തലിക് ചേർച്ചും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി. രാവിലെ 8:30 ആയപ്പോഴേക്കും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വാൻസിയിൽ നിന്ന് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. നമ്മൾ പോകുന്നത് റിച്ച്മണ്ടിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഹോബാർട്ടിൽ പോകണം, ഭക്ഷണം കഴിക്കണം, തിരിച്ചു വരണം. ഇത് പോകുന്ന വഴിക്കുള്ള സ്പൈക്കി ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. അവിടെ നല്ലൊരു വാക്ക് വേ ഒക്കെ ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്പൈക്കി ബ്രിഡ്ജ് എന്ന് പറഞ്ഞ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ പോയതിന് ശേഷം അങ്ങോട്ട് പോകണം. അങ്ങനെ കാറെല്ലാം അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ബീച്ചിലേക്ക് നടന്നു. ഇവിടെ നമുക്കൊരു 1.5 മണിക്കൂർ വാക്കിന് പോകാനുള്ള അത്രയും നല്ലൊരു വാക്ക് വേ ഉണ്ട്. പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് മാത്രം പോയതാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു. ഞാൻ പോയ സമയത്ത് അവിടെ 1-2 വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്, ചൈനീസ് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത്, അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ടൈമില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഈ കാണുന്ന സ്പൈക്കി ബ്രിഡ്ജിലേക്ക് പോയി. ഈ സ്പൈക്കി ബ്രിഡ്ജ് 1843 കുറ്റവാളികൾ, അതായത് ഈ കൺവിക്ട്സ് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. ഇവിടെ നിന്ന് ഈ സ്വാൻസിയിൽ നിന്ന് 7.5 കിലോമീറ്റർ ദൂരമുള്ളൂ ഇങ്ങോട്ടേക്ക്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് ദൂരം പോകുമ്പോൾ അവിടെ ഒരു ലിറ്റിൽ സ്വാംപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സെറ്റിൽമെൻ്റ് ഉണ്ട്. അവിടെ നിന്ന് സ്വാൻസിയെ കണക്ട് ചെയ്യാൻ വേണ്ടി പണിതിട്ടുള്ളൊരു ബ്രിഡ്ജാണ്. 1843 ഇത് പണി കഴിപ്പിച്ചത്. ഇതുപോലെ ഈ സ്പൈക്ക് പോലെ, അതായത് മുള്ളു പോലെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ സ്പൈക്കി ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾ ഈ പാരലായിട്ട് കാണുന്നതാണ് ടാസ്മാൻ ഹൈവേ. അതിന് പാരലായിട്ടുള്ളൊരു ബ്രിഡ്ജാണ് സ്പൈക്കി ബ്രിഡ്ജ്. ഇത് ഈ ഒരു ഹെറിറ്റേജ് സൈറ്റായിട്ട് ഇവിടുത്തെ ടാസ്മേനിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്വാൻസി കൗൺസിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണിത്. അങ്ങനെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സ്പൈക്കി ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇനി ടാസ്മാൻ ഹൈവേ എന്ന് പറഞ്ഞ ടാർസിയൽ റോഡിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് റിച്ച്മണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബ്രിഡ്ജും ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കാത്തലിക് ചർച്ചും കാണാനാണ്. പോകുന്ന വഴിയൊക്കെ ഇപ്പോൾ ഒരു വലിയ തണുപ്പ് തുടങ്ങിയിട്ടില്ല, എന്നിരുന്നാലും ചെറിയൊരു ഓട്ടം സീസൺ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ്. വലിയ പച്ചപ്പൊന്നുമില്ല, എന്നിരുന്നാലും നല്ല മനോഹരമാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഇലകളുടെ നിറങ്ങളെല്ലാം ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ട്. ഇത് ലിറ്റിൽ സ്വാംപോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ടൗൺഷിപ്പ് അല്ല, പക്ഷേ ഞാൻ അവിടെ ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ ഒരു ചായ എടുത്തിട്ടുണ്ടായിരുന്നു, കട്ടൻ ചായ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാൻ കുറച്ച് നേരം റെസ്റ്റും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ടൗൺഷിപ്പ് കഴിഞ്ഞിട്ട് മെല്ലെ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ഹോബാർട്ടിലേക്ക് പാസ് ചെയ്യുമ്പോൾ ബക്ക്ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ടൗൺ ക്രോസ് ചെയ്യണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഹെറിറ്റേജ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു പള്ളി ഇവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോണ വഴിയല്ലേ, അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോവാണ്. ഇത് ടാസ്മേനിയയിലെ ബക്ക്ലാൻഡ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞ് 1846 ഇതിൻ്റെ ഫൗണ്ടേഷൻ ലേ ചെയ്ത് 1850 പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ബാപ്റ്റിസ്റ്റ് പള്ളിയാണിത്. ഇത് ഹോബാർട്ടിൽ നിന്ന്, അതായത് ടാസ്മേനിയയുടെ ക്യാപിറ്റലായ ഹോബാർട്ടിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാസ്മാൻ ഹൈവേയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ്. ഇതിനോട് ചേർന്ന് തന്നെ പഴയ ശ്മശാനവും നമുക്ക് കാണാൻ പറ്റും. അകത്തേക്ക് കയറിയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ഒരുപാട് ആ കാലഘട്ടത്തിൽ മരിച്ച ആൾക്കാരുടെ മൃതദേഹം അടക്കിയിരിക്കുന്ന പഴയ ശ്മശാനം, സെമിട്രി ഇതിനകത്താണ്. ഇതിൻ്റെ പുറത്ത്, ഈ പള്ളിയുടെ പുറത്ത്, ഈ കോമ്പൗണ്ടിൻ്റെ പുറത്ത് ഇപ്പോൾ പുതിയ സെമിട്രിയും
അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ മരിച്ചിട്ടുള്ള ആൾക്കാരെ മറവ് ചെയ്തിരിക്കുന്ന സ്ഥലവും കാണാൻ പറ്റും. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ പറയുന്നത് ഇംഗ്ലണ്ടിലെ സസക്സിലെ കുക്ക്ഹാം ഡീൻ പള്ളിയുടെ രൂപകൽപ്പന അനുസരിച്ച് പണിയപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയാണിതെന്നാണ്. ഇത് രൂപകൽപ്പന ചെയ്തത് ലണ്ടനിലെ ഒരു ആർക്കിടെക്റ്റായ അല്ലെങ്കിൽ ഒരു കലാകാരനായ മൈക്കൽ ഒക്കോണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇതെല്ലാം എനിക്ക് ഗൂഗിൾ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ്. അല്പസമയം പള്ളിയുടെ ചുറ്റുപാടും അകത്തേക്ക് കയറാൻ, ശരിക്കും നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കും. പക്ഷേ ഞാൻ അന്ന് പോയ ടൈമിങ് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ വളരെ റാൻഡമായിട്ട് അകത്തേക്ക് കയറിയതാണല്ലോ. അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റിയില്ല, കാരണം അത് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ നമുക്ക് അകത്തേക്ക് കയറണമെങ്കിൽ കയറാം, പക്ഷേ അതിന് ചെറിയ വിസിറ്റിംഗ് അവേഴ്സൊക്കെ ഉണ്ട്. അത് നിങ്ങൾ എങ്ങാനും ഈ വഴിക്ക് വരിക, ഇങ്ങോട്ട് ഒന്ന് പോകണമെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഞാൻ ചുമ്മാ ഒന്ന് ഈ ബക്ക്ലൻഡ് ഈ ചെറിയ ടൗൺഷിപ്പിലൂടെ ജസ്റ്റ് ഒന്ന് കാർ ഓടിച്ചു. വളരെ ചെറിയൊരു സ്ഥലമാണ്, ഒരുപാട് വീടുകൾ ഒന്നുമില്ല. ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് പഴക്കം ചെന്ന വലിയ ഡെവലപ്പായിട്ടുള്ള ഒരു ടൗൺഷിപ്പ് പോലെ ഒന്നും തോന്നിയില്ല. നല്ല രീതിയിൽ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് എല്ലാം. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ദ ഓൾഡ് ബക്ക്ലൻഡ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ ബിൽഡിങ്ങിൽ ഒരു പബ്ബ് കണ്ടു. അവിടെ വേറെ ആൾക്കാരെ ഒന്നും കണ്ടില്ല കേട്ടോ. സാധാരണ നമ്മളിപ്പോൾ രാവിലെ ആണെങ്കിലും പബ്ബിൽ അല്ലെങ്കിൽ ആൾക്കാർ ഭക്ഷണം കഴിക്കാനോ ചിലപ്പോൾ കോഫി കുടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ആൾക്കാർ വരും. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മണി സമയമായി, കാരണം നമ്മളവിടെയൊക്കെ നിർത്തിയിട്ടാണല്ലോ വന്നത്. പക്ഷേ അവിടെ ഒരു കാറ് പോലും പാർക്ക് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ മെല്ലെ അകത്തേക്ക് നടന്നു. അതിൻ്റെ ബിൽഡിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതോ വർഷം പണിതിട്ടുള്ള ബിൽഡിംഗ് ആണ്. അത് വലിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടൊന്നും തോന്നുന്നില്ല, കാരണം അവിടെ അത്രയ്ക്കുള്ള ഒരു ഇൻകം ഉണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കണം. അകത്തേക്ക് അവരുടെ അനുമതി വാങ്ങിയിട്ട് ഞാൻ വീഡിയോ എടുത്തു. അതിൻ്റെ അകത്ത് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോക്ക് ബർണറൊക്കെ, അതായത് തീയെല്ലാം കത്തിച്ച് നല്ല ചൂടായിരുന്നു അകത്ത്. പുറത്ത് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അപ്പച്ചൻ അവിടെ ഇരുന്നിട്ട്, എൻ്റെ ഓണറാണ് പുള്ളിക്കാരൻ, അവിടെ ഇരുന്നിട്ട് TV കാണുന്നു. ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി അധികം നമ്മളൊരു കോൺവെർസേഷനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കാനോ, സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവർ എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്, നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ പുള്ളി അതിനൊന്നും മുതിർന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി യാത്ര തിരിച്ചു. ഇനി റിച്ച്മണ്ട് പോകണം. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നിർത്തിയാണ് നമ്മൾ വരുന്നത്. ഏതാണ്ട് റിച്ച്മണ്ട് എത്താനായപ്പോഴേക്കും 2 സൈഡിലും ഈ പലതരത്തിലുള്ള കൃഷികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഫ്രൂട്ട്സ് ട്രീസൊക്കെ ആയിരുന്നു. ആപ്പിളിൻ്റെ ആപ്രിക്കോട്ടിൻ്റെ ഒക്കെ ഒരുപാട് ഫാമുകൾ പോകുന്ന വഴിക്ക് കാണാൻ സാധിച്ചു. ഞാനൊരു 12:30 ആയപ്പോഴേക്കും റിച്ച്മണ്ട് എത്തി. റിച്ച്മണ്ട് വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ടാസ്മാനിയയിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൗണാണ്. ഇവിടുത്തെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രോസ് ചെയ്യാൻ പോകുന്ന റിച്ച്മണ്ട് ബ്രിഡ്ജാണ്. ഇത് ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 100-200 വർഷം പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണ്. അതുകൂടാതെ ഇവിടെ ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ കാത്തലിക് ചേർച്ച് ഉണ്ട്, തൊട്ടടുത്താണ്. അങ്ങനെ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞാൻ നേരെ റിച്ച്മണ്ട് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് നടന്നു കഴിഞ്ഞു. ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ഏരിയ ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഹോബാർട്ടിൽ നിന്ന് സൈറ്റ് സീയിങ്ങിന് വരുന്ന ടൂറിസ്റ്റുകളും അതല്ലാതെ ലോക്കൽ ടൂറിസ്റ്റുകളെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ഓസ്ട്രേലിയ ഏറ്റവും പഴക്കം ചെന്ന ബ്രിഡ്ജ്. 1823 വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 1825 പണി പൂർത്തീകരിച്ച, അതായത് ഇപ്പോൾ 2025 200 വർഷം പഴക്കം ചെന്ന് 200 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഓസ്ട്രേലിയയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. പിന്നെ ഈ റിച്ച്മണ്ട് എന്ന് പറഞ്ഞ ഈ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ഒരു തുടക്കത്തിൽ ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് ഈ ടാസ്മേനിയ എന്ന് പറഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ഒരു സെറ്റിൽമെൻറ്റ് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് റിച്ച്മണ്ട്. അവർ ഇവിടെ വന്നു, ഇവിടെ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 1848 ഫസ്റ്റ് കാത്തലിക് ചേർച്ച്, ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും
പഴക്കം ചെന്ന കാത്തലിക് ചേർച്ച് 1848 ബിൽഡ് ചെയ്തിട്ടുള്ള സെയിൻറ്റ് ജോൺ കാത്തലിക് ചേർച്ച് എന്ന് പറഞ്ഞ കാത്തലിക് ചേർച്ചാണ്. ഇതിനോട് ചേർന്ന് നിന്നിട്ടാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ വരുന്ന് പോയി നോക്കാം. ഈ പാലം നിർമ്മിച്ചത് വാൻ ഡയമണ്ട് ഗാങ് എന്ന് പറയുന്ന ഒരു ശിക്ഷാർത്ഥി സംഘമാണ്. വളരെ കഠിനമായ കർശനതയിലുള്ള നിരീക്ഷണത്തിലായിരുന്നു ഇവർ. ഇത് ലൂട്ടനൻറ്റ് ഗവർണർ ജോർജ് ആർതറിൻ്റെ ഭരണകാലത്താണ് ഈ പാലം നിർമ്മിച്ചത്. ഈ റോഡുകളും കെട്ടിടങ്ങളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ കൺവിക്റ്റുകളെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് വിസിറ്റേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പുൽത്തകടിയൊക്കെ ഒരുപാട് താറാവുകളും വാത്തകളൊക്കെ നടക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോയി. അതിൻ്റെ അപ്പുറ വശത്ത് എന്നാന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തും നല്ല രീതിയിൽ നല്ല പിക്നിക് ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ നേരെ സെയിൻറ്റ് ജോൺ കാത്തലിക് ചേർച്ചിൻ്റെ അങ്ങോട്ട് നടന്നു നീങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. 1836-37 കാലഘട്ടത്തിലാണ് ഈ പള്ളി പണിതിട്ടുള്ളത്. ഇത് കാത്തലിക് ചേർച്ചാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ആദ്യത്തെ കാത്തലിക് ചേർച്ചാണ്. അത് ഏതാണ്ട് 200 വർഷത്തോളം, 190 വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണിത്. ഇതും ഈ പറഞ്ഞ പോലെ കൺവിക്റ്റ് ലേബർ ഉപയോഗിച്ച് പണിതിട്ടുള്ള ഒരു പള്ളിയാണ്. ഇപ്പോഴും സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ചർച്ചാണ്. ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാണല്ലോ. ഞാൻ മെല്ലെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു. ഈ പള്ളി പണിതിരിക്കുന്നത് സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ നിർമ്മിതിയൊക്കെ വളരെ ഭംഗിയുള്ളതായിരുന്നു. ഈ പള്ളി ഈ ചരിത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതല്ലെങ്കിൽ ആർക്കിടെക്ചറൽ കാര്യങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർക്കും പിന്നെ വിശ്വാസികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പള്ളിയാണ്. അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ഏതൊക്കെ പ്രീസ്റ്റുകളാണോ അതിൻ്റെ കാര്യകർത്താക്കന്മാരുടെ പേരുകളും കാര്യങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കൊളോണിയൽ വിശ്വാസത്തിൻ്റെ ഒരു ജീവിക്കുന്ന ഒരു മോണുമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പള്ളിയെ വിളിക്കാം. ഈ പള്ളി ഇപ്പോഴും സർവീസൊക്കെ ഉള്ള, അതായത് ഒരു പള്ളിയായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു പള്ളിയായിട്ട് സ്ഥിരമായിട്ട് കുർബാനയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചർച്ചാണിത്. ഈ പള്ളി നിർമ്മാണത്തിൻ്റെ ചുമതല വഹിച്ചത് ഫാദർ ജോൺ ജോസഫ് III എന്ന് പറഞ്ഞിട്ടുള്ള ഓസ്ട്രേലിയയിലെ ആദ്യത്തെ കത്തോലിക്ക പുരോഹിതന്മാരിൽ ഒരാളാണ്. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി റിച്ച്മണ്ട് ബ്രിഡ്ജും ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഈ പോകുന്നത് റിച്ച്മണ്ട് ടൗൺഷിപ്പിലേക്കാണ്. പക്ഷെ നമ്മളവിടെ ഇറങ്ങുന്നില്ല, കാരണം എനിക്ക് ഹോബാർട്ട് പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്. ഈ റിച്ച്മണ്ട് ടൗൺഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം ഈ പറഞ്ഞ പോലെ ജോർജിയൻ സ്റ്റൈലിൽ പണിതിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. ഇങ്ങനെയുള്ള ഹെറിറ്റേജ് ലിസ്റ്റഡ് ആയിട്ടുള്ള ടൗണുകളിൽ അവർക്ക് റിനോവേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്സ് ഒക്കെ വെക്കാൻ വേണ്ടി ഒരുപാട് പരിമിതികളുണ്ട്. ചില ഡിസൈനിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പഴയ രീതി തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഓട്ടം ടൈം ആയതുകൊണ്ട് തന്നെ ഇലകളുടെ നിറങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കണം. അതെല്ലാം കാണാൻ വല്ലാത്തൊരു ഭംഗിയായിരുന്നു. അങ്ങനെ ഹോബാർട്ട് എത്തി. ഈ ബ്രിഡ്ജ് കയറി അങ്ങ് പോയി കഴിഞ്ഞാൽ ടൗൺഷിപ്പിൽ എത്തും. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കണ്ട ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ഓർഡർ ചെയ്തത് പ്രീമിയം താലിയാണ്. റൊട്ടിയും റൈസും പിന്നെ ഒരു വെജ് കറിയും ഒരു ചിക്കൻ കറിയും. നമുക്ക് ഏതാണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി. എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.